ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദങ്ങൾ വാക്കാൽ ശരിവെച്ച് സുപ്രീംകോടതി. കേസിൽ വാദം ഇന്നും തുടരും. അതേസമയം വോട്ടർ പട്ടികയിൽ 124 വയസ്സ് രേഖപ്പെടുത്തിയ ബീഹാറിലെ മിൻഡാദേവി വ്യാജ വോട്ടറാണെന്ന് ആരോപിച്ച കോൺഗ്രസിനെതിരെ മിൻഡാദേവിയുടെ പ്രതികരണം വന്നു. 34 വയസ്സ് 124 എന്ന് രേഖപ്പെടുത്തിയത് സാങ്കേതിക പിഴവാണ്. ആരാണ് തന്റെ ഫോട്ടോ ഉപയോഗിക്കാൻ അധികാരം നൽകിയതെന്നും കോൺഗ്രസിനോട് മിൻഡാദേവിയുടെ ചോദ്യം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണമാണല്ലോ ഈ പറയുന്ന കോലാഹലങ്ങൾക്കെല്ലാം വഴിവെച്ചത്. അവിടെ 50 ലക്ഷത്തിൽ പരം അനധികൃത വോട്ടുകൾ ഉണ്ട്. ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ നിലപാട് സുപ്രീംകോടതി ശരിവച്ചിരിക്കുന്നു. വിവരങ്ങൾ. ദിലിമ, ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ കോടതി വാക്കാൽ ശരിവച്ചിരിക്കുകയാണ്. ഇന്നും കേസിന്മേൽ കോടതിയിൽ വാദം തുടരും. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ തീവ്ര പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയിട്ടുള്ള ഹർജികൾ ഒരുമിച്ചാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. കൃത്യമായ പരിശോധനകൾ നടത്തി വോട്ടവകാശമില്ലാത്ത അതല്ലെങ്കിൽ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ പൗരത്വമില്ലാത്ത ആളുകളെയാണ് ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. അത് നിയമപരമായിട്ടുള്ള നടപടിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. അത് വാക്കാൽ ശരിവെക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോടതിയുടെ ഭാഗത്തുനിന്ന് അന്തിമ ഉത്തരവ് വരുമ്പോൾ ഈ വിഷയത്തിൽ എന്തെല്ലാം പരാമർശങ്ങളും ഒപ്പം ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമെന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഈ നടപടി ബീഹാറിലാണ് നടപ്പാക്കുന്നതെങ്കിൽ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് ഇത്തരത്തിൽ തീവ്ര പരിഷ്കരണ നടപടികൾ ഉണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷവും വോട്ടർ പട്ടികയിലും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് BJPക്കെതിരെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ആയുധമാക്കിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തത്. അത്തരം ആരോപണങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യാജ വോട്ടർമാരെന്ന് വിളിച്ച ആളുകൾ രാജ്യത്തെ പൗരന്മാർ, വോട്ടവകാശമുള്ള പൗരന്മാർ മഹാരാഷ്ട്രയിലും കർണാടകയിലും ബീഹാറിലുമെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ രോക്ഷാകുലരായി തന്നെയാണ് പ്രതികരിക്കുന്നത്. ചില സാങ്കേതിക പിഴവുകൾ അഡ്രസ്സ് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിലും വയസ്സിൻ്റെ കാര്യത്തിലും അത്തരത്തിൽ ചില സാങ്കേതിക പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ഞങ്ങളുടെ കുറ്റമല്ല. അതായത് വോട്ടർമാർ പറയുന്നത് അത് ഞങ്ങളുടെ കുറ്റമല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിന് ഞങ്ങളെ വ്യാജ വോട്ടർമാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത് എന്നാണ് ഈ പല സ്ഥലങ്ങളിലും മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള വോട്ടർമാർ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പ്രിയങ്കയും രാഹുലും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു ടീഷർട്ട് അണിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിലെത്തിയിരുന്നു, വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതായത് മുൻവശത്ത് മിൻഡാദേവി എന്ന വോട്ടറുടെ ചിത്രവും അവരുടെ പേരും, പിറകിൽ 124 നോട്ട് ഔട്ട്. അതായത് കോൺഗ്രസ് ആരോപിച്ചത് വോട്ടർ പട്ടികയിൽ 124 വയസ്സുള്ള മിൻഡാദേവി എന്ന സ്ത്രീ വോട്ടവകാശം നേടിയിട്ടുണ്ട്, വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വ്യാജ വോട്ടറാണ്. എങ്ങനെയാണ് 124 വയസ്സുള്ള സ്ത്രീ ജീവിച്ചിരിക്കുക? അവർ വ്യാജ വോട്ടറാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് രോക്ഷാകുലയായാണ് മിൻഡാദേവി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി മറുപടി നൽകിയിട്ടുള്ളത്. തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1990 അതിൽ ചില സാങ്കേതിക പിഴവ് ഈ രേഖകളിൽ ആഡ് ചെയ്യുന്നതിൽ വന്നു. അത് കാരണം വോട്ടർ പട്ടികയിൽ വയസ്സിൻ്റെ കോളത്തിൽ 124 വന്നു. അതിനപ്പുറത്തേക്ക് താൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നതും ബീഹാറിലെ വോട്ടവകാശമുള്ള ഇന്ത്യൻ പൗരയുമാണ്. എങ്ങനെയാണ് എൻ്റെ ചിത്രം രാഹുലും പ്രിയങ്കയും കോൺഗ്രസും ഉപയോഗിക്കുന്നത്? എൻ്റെ ചിത്രം പ്രചരിപ്പിക്കാൻ ആ ചിത്രം പതിപ്പിച്ചിട്ടുള്ള ടീഷർട്ട് ധരിച്ചത് ആളുകളെ കാണിക്കാൻ ആരാണ് കോൺഗ്രസിനും രാഹുലിനും പ്രിയങ്കയ്ക്കുമെല്ലാം അധികാരം നൽകിയതെന്ന ചോദ്യമാണ് മിൻഡാദേവി ബീഹാറിൽ നിന്ന് ഉന്നയിച്ചിട്ടുള്ള അത്തരത്തിൽ മുനയൊടിഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ. ഒപ്പം തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ തോൽവിയുടെ ജാള്യത മറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ പട്ടികയ്ക്കുമെതിരെയുള്ള ആരോപണങ്ങളും തുടർച്ചയായി ഉന്നയിക്കുമ്പോൾ അതെല്ലാം കോൺഗ്രസിന് തന്നെ പാറിയായി വരുന്നു, തിരിച്ചടിയായി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി രാജ്യത്തെ പരമോന്നത നീതിപീഠം ഈ കേസിനൊടുവിൽ എന്തെല്ലാം പരാമർശങ്ങളും അന്തിമ ഉത്തരവിൽ എന്തെല്ലാം വസ്തുതകളും ചൂണ്ടിക്കാണിക്കും എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. നീലിമ. ശരി, ജിഷ്ണുവാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.